ഇന്നത്തെ റെസിപ്പി നാടൻ ചെമ്മീൻ റോസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി, സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ. പ്രിപ്പറേഷൻ നോക്കാം. ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞതാണ്. അതും നന്നായി വഴറ്റാം. ഉള്ളിയും സവോളയും നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി നന്നായി മൂത്ത് വരണം. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. മുളക് പൊടി നന്നായി മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളകും തക്കാളിയും നന്നായി വഴറ്റി എടുക്കുക. തക്കാളി നന്നായി വഴണ്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് 250 ഗ്രാം ചെമ്മീനുണ്ട്. നന്നായി വഴറ്റി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന വെള്ളം ചെമ്മീനിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ചെമ്മീൻ നന്നായി വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി അതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.